Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾഡർ എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൽക്ക് ത്രെഡ് ഈ ഒരു 3 കളർ സിൽക്ക് ത്രെഡും അതുപോലെ യെല്ലോ കളറിലെ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാണ് നമുക്ക് ഈ ഒരു ഷോൾഡർ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലീഫും സ്റ്റെമ്മും ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റെമ്മിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ കട്ട് ബീഡ്സും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ബീഡായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ സ്റ്റെമ്മിൻ്റെയും എൻഡിങ് പോർഷനിലായിട്ട് ലീഫ് ഉണ്ടാവും. ലീഫ് ചെയ്യാനായിട്ട് റെഡ് കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് സാറ്റിൻ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗത്തൊന്ന് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ലീഫൊക്കെ ഭാഗമുള്ളിടത്തെല്ലാം ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ സൈഡിലായിട്ട് ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെയും കുറച്ച് ലീഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ലേസി ഡേസി സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തല്ലോ, അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു ലീഫും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഈ യെല്ലോ കളർ ത്രെഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലവേഴ്സ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് റിങ്ങോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ആദ്യത്തെ ആ റൗണ്ട് പോർഷൻ ഫുള്ളൊന്ന് കവർ ചെയ്ത് റിങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഫുൾ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പോർഷൻ ഒന്നും കൂടി ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ലൈനായിട്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കണം റിങ്ങോട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾഡർ ഡിസൈനാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അത് എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ ഡിസൈനുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്